ഘടകങ്ങളുള്ളത്. ഈ രണ്ട് ഘടകങ്ങളാണ് തിരുമേനി സൂചിപ്പിച്ചത്. പരിശുദ്ധ ബാവ തിരുമേനി സൂചിപ്പിച്ചത്. വേദപുസ്തകത്തിൽ 3 ശിഷ്യത്വപാതയിൽ വളരുവാനുള്ള കാര്യങ്ങൾ മുരടിയിരിക്കുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്പവിശ്വാസം, അലസത, അജ്ഞത. ഇത് പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്താണ്. ഇവിടെ സൺഡേ സ്കൂൾ കോട്ടയം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപക രക്ഷകർത്ത വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. സൺഡേ സ്കൂൾ കോട്ടയം ഭദ്രാസനം അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്ത മഹാസംഘമാണ് പുതുപ്പള്ളിപ്പള്ളിയിൽ നടക്കുന്നത്. അപ്പം പള്ളിയുടെ പരിസരങ്ങളെല്ലാം ജനങ്ങളെ കൊണ്ട് നിറയുകയാണ്. അപ്പം നമുക്ക് തലേ ദിവസത്തെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് കാണാം. ഈ പരിപാടിയെ വരവേൽക്കാൻ വേണ്ടി ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 അധ്യാപകരെ ആദരിക്കുന്ന മനോഹരമായ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് നാം എല്ലാവരും ഇപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് വന്നിരിക്കുന്നത്. ആദരവ് ചടങ്ങ് കഴിഞ്ഞ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായി അവരുടേതായ രീതിയിൽ ചില സന്ദേശങ്ങൾ കൈമാറി എന്നത് നാം എല്ലാവരും നേരിട്ട് കണ്ടതാണ്. പുരപ്പട സെന്റ് ജോൺസ് പള്ളിയിലെ കുഞ്ഞുങ്ങളും കൊല്ലാട് സെന്റ് ജോൺസ് പള്ളിയിലെ കുഞ്ഞുങ്ങളും മീനടത്തെ കൊച്ച് ആഹാരക്കുട്ടിയും വളരെ ഭംഗിയായി അത്യാവശ്യം വേണ്ട വിശുദ്ധ വേദ സന്ദേശങ്ങൾ, വേദപുസ്തക സന്ദേശങ്ങൾ നൽകി. അത് ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാളും ഭംഗിയായ സന്ദേശങ്ങളായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അറിയിക്കട്ടെ. ആ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ബാക്കി ഇനിയും കുറച്ച് പരിപാടികൾ കുഞ്ഞുങ്ങളുടെ ഉണ്ട് എന്ന് ഈ നോട്ടീസിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും ഇവിടെ മുന്നിൽ വന്ന് നല്ല സന്ദേശങ്ങൾ അവരുടെ പ്രകടനത്തിലൂടെ നൽകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ച സൺഡേ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് വന്ദനായ നല്ലൊരു കൈകൾ കൊടുത്താണ്. വന്ദനായ വർഗീസ് അച്ഛനും കൂടെ ഉള്ളതായ മറ്റ് 3 വൈദികരും ഇവിടുത്തെ കൈസാരിമാരും സെക്രട്ടറിമാരും ഏത് ആധ്യാത്മിക സംഘടനയുടെ പ്രവർത്തനം നടത്തുന്നോ ആ ആധ്യാത്മിക സംഘടനയും അവരോട് ചേർന്ന് ബാക്കിയുള്ളവരും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് കാര്യങ്ങൾ അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നു. അവരോടുള്ളതായ ഒരു സന്തോഷം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രസ്ഥാനം അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകട്ടെ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നമ്മുടെ മെൽസോ വചന പദ്ധതി ബാക്കിയെല്ലാം പരിശുദ്ധ മർമ്മമായി ശുശ്രൂഷിക്കുന്ന ആളും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളും ദൈവവചനത്തെ വളരെ ഭംഗിയായി പ്രഘോഷിക്കുന്ന ആളും പല സ്ഥാനങ്ങളിലേക്ക് വരുന്ന ആളുകളും വിശുദ്ധ വേദപുസ്തകം തുറക്കാറില്ല എന്ന് ചിലപ്പോഴെങ്കിലൊക്കെ ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്. എനിക്കതിന് അനുഭവമൊന്നുമില്ല. നമ്മുടെ ആളുകളുടെ ചില കമന്റാണ് ഞാനീ പറഞ്ഞത്. അതിനൊരു അപരാധമായി പ്രിയപ്പെട്ട ബിജു ഉമ്മനെ പോലെയുള്ള ആളുകൾ നമ്മുടെ സ്ഥാനികളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാകുന്നു എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ 2-3 പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ MLA ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് അറിഞ്ഞു. ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പാഠങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ സ്ഥിരം നെറ്റിലത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കേൾക്കുവാനും ഇടയായി. പോസിറ്റീവായി ക്രിയാത്മകമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. മൊബൈൽ എടുത്തിട്ട് തേക്കുന്നതിനാ നെറ്റിൽ തേക്കുന്നത് പറഞ്ഞു. പഴയ മുറുക്കുന്നവർക്കറിയാം എന്താണ് ഉദ്ദേശിച്ചത്. ബാബാ തിരുമേനി എഴുന്നള്ളി വരുന്നുണ്ട്. ബാബാ തിരുമേനിയെ നമുക്ക് എതിരേൽക്കുവാനായിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാം. അതിനുശേഷം സൺഡേ സ്കൂളിലേക്ക് മാത്രം വിടുന്ന പ്രവണത പലയിടത്തും കാണുന്നുണ്ട്. ആദ്യത്തെ സൺഡേ സ്കൂൾ വിശുദ്ധ കുർബാനയാണ് എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് കർത്താവിനെ നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും ഇടയാകുന്നത് എന്ന ഒരു ചിന്ത ഉണ്ടാകണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടേത് എന്ന് പഴയതുപോലെ എന്ന് ഉറപ്പുവരുത്താൻ നമുക്കിടയാകും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ജൂബിലി മെത്രാസനത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഞാനൊരു അസൈൻമെന്റ് നൽകിയായിരുന്നു. വിശുദ്ധ വേദ പുസ്തകത്തിലെ വായിക്കുന്ന ഭാഗങ്ങള് അതിന് സമ്മറി എഴുതി കൊണ്ടുതരാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഏകദേശം 500-ലധികം കുട്ടികളും അധ്യാപകരും അത് എഴുതിക്കൊണ്ടുവന്ന് എൻ്റെ ഇത് സമ്മാനം മേടിച്ചു പോയ ഒരു സമയം, ഒരു വർഷമായി അത് കഴിഞ്ഞിട്ട്. അത് കുറച്ചുകൂടി വിവരപ്പെടുത്തി നമ്മുടെ മെത്രാസനത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്നവരും ഒരുമിച്ച് വിശുദ്ധ വേദവചനം ഭംഗിയായി ധ്യാനിക്കുവാനും ഇടയാകുന്ന ഒരവസരമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെ ഭംഗിയായി നടത്തുവാൻ, പ്രത്യേകിച്ച് ഒരു ദിവസം 2 നേരമെങ്കിലും കൃത്യമായി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുവാൻ പ്രിയപ്പെട്ട വിനോദത്തിന് ചില പദ്ധതികളൊക്കെ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ചെയ്യുവാനായിട്ട് ഇടയാക്കണം. ഞാൻ അധികമായി ധരിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഭാവാദിന മനസ്സുകൊണ്ട് ഇവിടെ എഴുന്നേറ്റ് വന്നു. നമുക്ക് അത്യധികം സന്തോഷമാണ്. ജാതിക്ക് തലവനുമായ ദിവ്യ മഹാമഹിമശ്രീ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബാ തിരുമനസിനെ പ്രാർത്ഥനാദരവോടെ ക്ഷണിച്ചു പോകുന്നു.
ദൈവനാമത്തിന് ഈ ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം അതിനൊരു പരിഹാരമായിട്ടാണ് ഈ 2-3 പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പദ്ധതികളിൽ നിയോജന പഠനത്തിലും ആരാധന കുടുംബ പ്രാർത്ഥനകൾ പള്ളിയിലെ ആരാധനയിലൂടെ സജീവം പങ്കെടുക്കുന്നതിലേക്കുള്ള പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് ഒരിടവകയിലെ യുവജനങ്ങളിൽ ഒരു 10% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നത്. മിക്കവാറും എല്ലാ ഭദ്രാസനങ്ങളിലും അത് 10 മുതൽ 20 വരെയാകാം. എന്തുകൊണ്ടാണ് ഈ ഒരർത്ഥത്തിൽ മൂല്യശോഷണം എന്ന് പറയുന്ന ഒരു വാക്കിനെ ഉപയോഗിക്കാൻ വേണ്ടി നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ധനപരമായിരിക്കുന്ന സ്വയം പര്യാപ്തമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം കുഞ്ഞുനാളിലെ അവർക്ക് കൊടുക്കുവാനും ആ സാന്നിധ്യത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യാന്ത്രികമായി പോയോ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും എന്ന് നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. ആത്മാർത്ഥമായ അനുഭവവേദ്യമായിരിക്കുന്ന പ്രാർത്ഥനകളോ ആരാധനകളോ പകരം ഇന്ന് ആരാധനയും പ്രാർത്ഥനയും ശക്തമായി നടക്കുമ്പോൾ അത് പ്രകടനാത്മകതയിൽ കൂടുതൽ പോകുന്നില്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഹൃദയത്തിൻ്റെ അനുഭവത്തിൽ അത് ആവശ്യമായിരിക്കുന്ന മനംമാറ്റം വരുത്തുവാൻ ഇടയാവുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു പള്ളിയിൽ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ഭാര്യയിലാണോ അതോ എന്നോട് കൂടാതെ ശുശ്രൂഷയിലാണോ എന്നറിയില്ല. അവർ പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പരിധി വിട്ട് അരോചകമായി ഒരു ഓർക്കസ്ട്ര നടത്തുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അച്ഛനോട് അവരെ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല. അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ ഇത് അല്പം അരോചകമായി തീരുന്നല്ലോ, ഒന്ന് നിയന്ത്രിക്കാൻ അതിൻ്റെ വോളിയുമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഒന്ന് പോകാമെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ആ പിള്ളേർ വരുന്നത് ഇതിനാണ്. ഇന്ന് ഞാനത് നിർത്താൻ പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച മുതൽ ആ പിള്ളേർ പള്ളി വരില്ല. അപ്പം അതിൻ്റെ കുറ്റം എനിക്കായിരുന്നു. മലങ്കര സഭയുടെ മതബോധന പ്രസ്ഥാനം ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ പ്രസ്ഥാനമാണ്. ഇന്ന് അതിനെ നയിക്കുന്നത് അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണനും
അധ്യാപകനും പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദീവനാസോസ് തിരുമേനിയാണ്. അഭിമന്യ പിതാവിനെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഭക്തിയോടെ ക്ഷണിച്ചു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനും അധ്യക്ഷനും എന്ന നിലയിൽ ഞാൻ ആദരിക്കുവാനും അഭിനന്ദിക്കുവാനും ഈ അവസരം എടുത്തുകൊള്ളുകയാണ്. ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ വൈകാരികമായ ആധ്യാത്മികതയുടെ ഓർമ്മകൾ എന്നിൽ നിറഞ്ഞു വരികയാണ്. ഈ ഹാളിൽ ഈ സ്റ്റേജിൽ വെച്ചാണ് 2009 ഞങ്ങൾ 7 പേര്, അഭിമന്യനായ ദിയസ്കോറോസ് തിരുമേനി ഞങ്ങൾ 7 പേരിൽ ഏറ്റവും ഇളയവനായിരുന്നു. ഞങ്ങൾ 7 പേരെ ഈ പുണ്യഭൂമിയിൽ ഈ സ്റ്റേജിൽ വെച്ചാണ് വാഴിച്ചത് എന്നുള്ളത് വൈകാരികമായ ഒരു ആത്മീയ ഓർമ്മയുടെ വലിയൊരു അനുഭവം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്നു. വിശാലാക്കി സമ്മേളനം നടത്തുകയാണ്. നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ഇടവകയുടെ പ്രിയപുത്രനെ ഏറെ സ്നേഹാവരോടെ ക്ഷണിച്ചു. OSSCയുടെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നതിലൂടെ നിങ്ങളോടൊപ്പം ആകുവാനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലെ ഇനോവേഷനിൽ വന്ന് പങ്കെടുക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യം തന്നെ ക്ഷമാപണത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഉദ്ഘാടന സമയത്ത് എത്തുവാൻ സാധിച്ചില്ല. ശാലം ദൂരെയായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു എന്നുള്ള പ്രത്യേകമായ ഏതൊരു അവസരത്തിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂള് അതിൻ്റെ 75ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിലേക്ക് നയിക്കുവാൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് കുട്ടികളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ മാറുന്ന കാലത്ത്
മാറുന്ന ചലഞ്ചസ് നമ്മളെ സംബന്ധിച്ച് പണ്ടൊന്നും ഇല്ലാത്ത വിധം മയക്കുമരുന്നിൻ്റെയും ഡ്രഗ് അബ്യൂസിൻ്റെയും ഒക്കെ കാലത്ത് നമ്മൾ സൺഡേ സ്കൂളിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരാവശ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ചെറിയൊരു സ്റ്റിക്കർ മാത്രം വെച്ചാൽ മതി ഡ്രഗിന് അഡിക്റ്റായി മാറുന്ന ഒരു കാലം. നമുക്ക് വിദേശ രാജ്യങ്ങൾ പലർക്കും ഡ്രഗ്സ് മരുന്നായിട്ട് ഉപയോഗിക്കും, അത് ചികിത്സിക്കാൻ കഴിയും. ഇതിവിടെ അങ്ങനെയല്ല. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുവാൻ അവരുടെയൊക്കെ ജീവിതം താറുമാറാക്കുന്ന രീതിയിലാണ് മയക്കുമരുന്നിൻ്റെ വളർച്ചയും. അതുപോലെ തന്നെ അതിനെ നേരിടുവാൻ ഇന്ന് സർക്കാർ മാത്രം സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ സൺഡേ സ്കൂൾ അതിന് വലിയൊരു മുഖാന്തരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അവർക്ക് ജീവിതത്തെ എങ്ങനെ നേരിടുവാൻ, കുട്ടികളെ ദൈവത്തിലേക്ക് നയിക്കുക മാത്രമല്ല കുട്ടികളെ എങ്ങനെയാണ് ജീവിതത്തെ നേരിടുവാൻ പഠിപ്പിക്കാൻ സാധിക്കുന്നതെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ എന്നെ നടത്തിയ അധ്യാപകരെല്ലാം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ചത് ആ എല്ലാ വ്യക്തികളുമാണ് എന്നെ അവസരത്തിൽ ഓർക്കുക. അതുകൊണ്ട് കുട്ടികൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവർക്ക് ശരിയും തെറ്റും വേർതിരിച്ചു കൊടുക്കുവാൻ ചിലപ്പോൾ സ്കൂളുകളിൽ അത് സാധിക്കാതെ വരും. അത് സാധിക്കുന്ന ഒരിടമാണ് സൺഡേ സ്കൂൾ. ഇവിടെ കഴിഞ്ഞ 25 വർഷക്കാലം ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന കോട്ടയം ഭദ്രാസനത്തിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ഇവിടെ യൂട്യൂബ് ഇവിടെ തുടങ്ങി. യാതൊരു സംശയമില്ല, മാറുന്ന ലോകത്ത് ഇതുപോലത്തെ ചേഞ്ചസ് വേണം. സോഷ്യൽ മീഡിയയിൽ സൺഡേ സ്കൂളുകൾ ഉണ്ടാവണം. അതിനകത്ത് കൂടുതൽ കുട്ടികളെ ആക്റ്റീവാക്കി നിർത്തുവാൻ സാധിക്കണം എന്നുകൊണ്ട് ഞാൻ കരുതുകയാണ്. ഇവിടെ MLA ആയ ശേഷം എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിൻ്റെ സെൻ്ററാക്കി മാറ്റണം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിവിധമായ സ്പോർട്സിൻ്റെ സെൻറ്റേഴ്സ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ID കാർഡ് കൊടുത്താൽ മാത്രം ഫ്രീ ആയി അവർ കളിക്കാൻ പറ്റുന്ന സാഹചര്യം പല സ്ഥലത്തും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഉരുവപ്പുഴയിൽ ഒരു ടർഫ് ഉണ്ടാക്കി. അവിടെ കുട്ടികൾ ഫ്രീ ആണ്. ഇന്ന് അയൽക്കുന്നത്തെ ഒരു ബാഡ്മിൻ്റൺ ടർഫ് ഉണ്ടാക്കുവാനുള്ള ശ്രമം തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നു. അവിടെയും കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കോംപ്ലക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയും വിദ്യാർത്ഥികളായ എല്ലാവർക്കും ഫ്രീ ആയിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇന്ന് ഡ്രഗ്സും അതുപോലെ തന്നെ മൊബൈൽ ഫോണും കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന രീതിയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ പറഞ്ഞു, കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ മണ്ഡലത്തിൽ ചെന്ന് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്ന് പറയുക. 15 വയസ്സിന് ശേഷം മാത്രം ഫോൺ കൊടുക്കുക എന്ന് പറയാൻ പറഞ്ഞു. കാരണം കുട്ടികളിൽ വളരുന്ന ആത്മഹത്യ, അതുപോലെ ഡിപ്രഷൻ, ഇതിന് രണ്ടും കാരണം ഒന്ന് മൊബൈൽ ഫോൺ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സൺഡേ സ്കൂളിൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് അവസരം സൂചിപ്പിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു IAS അക്കാഡമി നമ്മുടെ പുതുപ്പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും സഹകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ അക്കാഡമിയോട് ചേർന്ന് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് അതിന് സ്ഥലമോ ബിൽഡിങ്ങോ ഒക്കെ നൽകുവാൻ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി അത് ഉതകുന്ന ഒരു കാര്യമായിരിക്കും എന്നുകൂടി പറയുവാൻ അവസരപ്പെടുത്തുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച വലിയ തിരുമേനിമാരുള്ള നന്ദി, ഇതിൻ്റെ രാജ്യത്തിൽ നന്നായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ മംഗളങ്ങൾ നേരുന്നു. പരിശുദ്ധമാദേവിയിൽ പങ്കെടുക്കുന്ന പരിപാടി അടുത്ത പരിപാടിയിൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ അനുമതിയോടുകൂടി ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your kind words.
കൃപകളും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം നാം ഏവരുടെ മേലും പ്രത്യേകാലും ഈ പരിപാടി അനുഗ്രഹീതമായി ഓർഗനൈസ് ചെയ്ത് എപ്പോഴപ്പെട്ടവരുടെ മേലും അല്പമായോ അധികമായോ ഇതിൽ സംബന്ധിച്ച എല്ലാവരുടെ മേലും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സമ്മേളനം പര്യവസാനിച്ചിരിക്കുന്നു. വിവിധ കൗണ്ടറുകളിലായി നിങ്ങൾക്ക് കാപ്പിയും അതുപോലെ തന്നെ ലഘുഭക്ഷണവുമുണ്ട്. അത് സ്വീകരിച്ചിട്ട് പോകാവൂ. വന്ധ്യരായ വൈദികർ അവർ ദയവ് ചെയ്ത് ഡൈനിങ് ഹാളിൽ പോകണം. അപ്പോൾ ഇന്ന് തിരുമേനിയോടുകൂടെ വന്ധ്യരായ എല്ലാ വൈദികരും ഭക്ഷണം കഴിച്ച് തിരികെ പോകാവുള്ളൂ. കോട്ടയം ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സ്